തിരഞ്ഞെടുപ്പിന് പിന്നാലെ തമിഴ്നാട്ടിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറുന്നത്. സർക്കാർ രൂപീകരണത്തിന് മതിയായ ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതോടെ സർക്കാർ രൂപീകരിക്കാൻ കഴിയില്ലെന്ന് ഗവർണർ വിജയെ അറിയിച്ചതിന് പിന്നാലെ സർക്കാർ രൂപീകരണത്തിന് സാധ്യത തേടുകയാണ് DMK. ഇന്ന് വൈകിട്ട് MLA-മാരുടെ യോഗം ചെന്നൈയിൽ ചേരും. തിരഞ്ഞെടുപ്പിന് പിന്നാലെ തമിഴ്നാട്ടിൽ സിനിമാ സ്റ്റൈലിലാണ് കാര്യങ്ങൾ. 108 സീറ്റുകളിൽ വിജയിച്ച് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ നടൻ വിജയുടെ പാർട്ടിയായ TVK സർക്കാർ രൂപീകരണത്തിന് സജീവ ശ്രമങ്ങൾ തുടരുകയാണ്. TVKയ്ക്ക് പിന്തുണ അറിയിച്ച് കോൺഗ്രസ് ഗവർണർക്ക് കത്ത് കൈമാറി. എന്നാൽ ഭൂരിപക്ഷം തെളിയിക്കാതെ സത്യപ്രതിജ്ഞ ചെയ്യാനാകില്ലെന്ന് വിജയോട് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞു. ചെന്നൈ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടരുന്നതിനിടെയാണ് ഗവർണർ നിലപാട് വ്യക്തമാക്കിയത്. അതേസമയം സർക്കാരുണ്ടാക്കാനുള്ള അവസാന ശ്രമങ്ങളിലാണ് DMKയും. K. സ്റ്റാലിൻ വിളിച്ച DMK MLA-മാരുടെ യോഗം ഇന്ന് വൈകിട്ട് 5:30 ചെന്നൈയിൽ ചേരും. സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രതിസന്ധിയും ഭാവി പ്രവർത്തനവും ചർച്ചയാകും. അതേസമയം TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസിനെതിരെ വലിയ വിമർശനമുന്നയിക്കുകയാണ് DMK. കോൺഗ്രസ് തനി സ്വഭാവം കാണിച്ചുവെന്ന് DMK ട്രഷറർ TR ബാലു പ്രതികരിച്ചു. കോൺഗ്രസ് പ്രതിസന്ധിയിലായപ്പോഴെല്ലാം DMK ഒപ്പം നിന്നിട്ടുണ്ട്. എന്നാൽ അതിന് DMKയ്ക്ക് വലിയ വില നൽകേണ്ടി വന്നു. രാഹുലിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയ നേതാവാണ് സ്റ്റാലിൻ എന്നത് കോൺഗ്രസ് മറക്കരുതെന്നും TR ബാലു എക്സിൽ കുറിച്ചു. അതിനിടെ വിജയ്ക്ക് പിന്തുണ നൽകുമെന്ന വാർത്തകൾ അണ്ണാ DMK തള്ളി. DMKയുടെ സഖ്യപാർട്ടിയായ CPI പിന്തുണയ്ക്ക് സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെങ്കിലും CPM-ന്റെ തീരുമാനം ഇന്നറിയാം. NDA സഖ്യകക്ഷിയിലുള്ള PMK കേന്ദ്രമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ TVKയ്ക്ക് പിന്തുണ നൽകാനുള്ള സാധ്യത കുറവാണ്. അണ്ണാ DMKയിലെ 40 MLA-മാർ വിജയ്ക്കൊപ്പം ചേരണം എന്ന നിലപാടിലാണ്. സർക്കാർ രൂപീകരിക്കാനുള്ള മാജിക് നമ്പറായ 118 എത്താൻ TVKയ്ക്ക് സാധിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.